ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ എവർഗ്രീൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് റവ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണേ. അപ്പോൾ ഇത് റവ വടയാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് റവ വട. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് എടുക്കുമ്പോൾ അവരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം കേട്ടോ. അപ്പം ഇവിടെ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഒരു 4 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. ഇത് 1 കപ്പ് റവയുണ്ട് നമുക്കൊരു 8-9 വട വരെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും സവാളയും പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര്, കുറച്ച് പുളിയുള്ള നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് ഒരു 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർത്ത് ഞാൻ കുഴയ്ക്കുന്നില്ല. പിന്നെ ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റവ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഇത് നന്നായിട്ട് കുഴച്ച് ഒരു ഉരുള പോലെ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റ് ആവും. അതിനുശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ ഈ റവ കുഴയ്ക്കുമ്പോൾ നമുക്ക് തൈര് പോരാൻ തോന്നുവാണെങ്കിൽ ഒരു അല്പം തൈരും കൂടെ ചേർക്കാം. വെള്ളം ചേർക്കണ്ട കേട്ടോ. തൈര് ചേർത്തിട്ട് നമുക്ക് കുഴച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ശേഷം നമുക്കിത് കയ്യിലല്പം വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ തടകിയിട്ട് നമുക്കിത് ഉരുള പിടിച്ചെടുക്കണം. അല്ലെങ്കിൽ കൈ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിത് വടയുടെ ഷേപ്പിലോട്ട് ആക്കി വെക്കാം. ആദ്യം കല്ലിട്ട് ഉരുള പിടിച്ചിട്ട് നമുക്കിത് ഒരു ഹോളൊക്കെ വടയ്ക്ക് ഹോളൊക്കെ ഉണ്ടല്ലോ, ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വടയുടെ ഷേപ്പിലോട്ട് ആക്കി മാറ്റി വെക്കാം. ആദ്യം എല്ലാം ഷേപ്പാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. അപ്പം മാവെല്ലാം നമ്മൾ വടയുടെ ഷേപ്പിലാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ വറുത്ത് വെക്കണമെന്നില്ല. എല്ലാം കൂടെ വറുത്ത് വെച്ച് നമുക്കൊരു ദിവസത്തേക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും. പിറ്റേ ദിവസം നമുക്കത് ചീത്തയായി പോകും. അപ്പോൾ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ അന്നേരം ആ ചായയുടെ സമയത്ത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എനിക്കിവിടെ 8 വട വലുത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വടയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തതിലും കുറച്ച് ചെറുതായിട്ട് ഉരുള പിടിച്ചെടുക്കുവാണെങ്കിൽ ഒരു 10 വട വരെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കഴിവതും വെളിച്ചെണ്ണ എടുക്കാൻ നോക്കുക. വെളിച്ചെണ്ണയ്ക്കകത്താകുമ്പോൾ നമുക്ക് നാടൻ ടേസ്റ്റ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഓരോ വടയും ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ള് വേവത്തുമില്ല കേട്ടോ. നമ്മളിത് പച്ചയ്ക്ക് മാവിരിക്കുകയല്ലേ, ഉള്ള് വേവത്തില്ല. അപ്പം നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വട ഇട്ട് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാൻ നോക്കുക. വലിയ പാനൊക്കെ ആകുമ്പം വലിയ പാനാകുമ്പോൾ ഒരുപാട് എണ്ണയും ആവശ്യം വരും. അപ്പം ഇതേപോലെ ചെറിയ ഒരു പാത്രം ആകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യം വരത്തുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒട്ടും എണ്ണ കുടിക്കത്തില്ല കേട്ടോ. റവ ആയതുകൊണ്ട് ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തില്ല. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ എണ്ണ അതേപോലെ തന്നെ പാത്രത്തിൽ കാണും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുക. ചെറിയ പാത്രമാകുമ്പം ചെറിയ പാത്രത്തിൽ 2-3 ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. ഇതേപോലെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇടാനും അസൗകര്യമായിരിക്കും. അപ്പോൾ ഞാൻ വടയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്